ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് കിടിലനായിട്ടുള്ള പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. തേങ്ങയും പാലും ഒക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പുഡിങ്ങും അതുപോലെ തന്നെ ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെരുന്നാളിന് ഏതെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതിന് ആദ്യമായിട്ട് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുക്കുന്ന സമയത്ത് തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം ചുരണ്ടി എടുക്കാൻ നോക്കുക. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, ഒരു മഞ്ഞ് പോലെ തന്നെ ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള കോൺഫ്ലോർ ആണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ചൈന ഗ്രാസോ ജെലാറ്റിനൊന്നും ചേർക്കുന്നില്ല, പകരം കോൺഫ്ലോർ ആണ് എടുക്കുന്നത്. അപ്പോൾ ആ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മളൊരു സോസ് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ ഞാനിവിടെ മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു 5-6 മിനിറ്റൊക്കെ മതി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ ആദ്യമേ ചേർക്കാൻ നോക്കണം, കാരണം എന്നാലേ കോൺഫ്ലോർ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ തീ നമ്മൾ നല്ലപോലെ കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കുറുകി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചുരണ്ടി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് ഇനി റെഡിയാവും. ഒരു 2 മിനിറ്റ് പോലും വേണ്ടി വരില്ല. അപ്പോൾ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ഫ്ലേവറിന് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഏലക്കാപ്പൊടിയോ വാനില എസൻസോ ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ തേങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റും കൂടി നമ്മളൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ ഇത്രയും കുറുക്കിയെടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒരു ബൗളിനകത്തോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 4 വലിയ ബൗളിൽ നിറയ്ക്കാനുള്ളത് ഉണ്ടാവും ഇത്. അപ്പോൾ അതേ ഞാനിവിടെ നന്നായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വെക്കാം. ഫ്രീസറിലല്ല, താഴെയാണ്. അപ്പോൾ ഞാനിതൊരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇളക്കിയെടുക്കാനും പറ്റും, ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനൊന്ന് കാണാനൊരു മഞ്ഞ് പോലെ ഇരിക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇത് ചേർക്കുന്ന സമയത്ത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ പുഡിംഗ് ഇവിടെ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞ് നിർത്താനേ പറ്റൂല കേട്ടോ, അത്ര ടേസ്റ്റ്. നമ്മൾ ഒരുപാട് വെറൈറ്റി പുഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു കൊതിപ്പിക്കുന്ന ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. കാരണം എല്ലാം ഒരു തേങ്ങയാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ. തേങ്ങയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാം. നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പുഡിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അപ്പോൾ അത് നമുക്കൊരു 1/4 കപ്പ് വേണം. ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് നമുക്കൊരു സോസ് പാനിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ നോക്കുക. 1/2 ലിറ്റർ പാല് നമുക്ക് വേണം. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ആദ്യം കോൺഫ്ലോറിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും വേണ്ട,
ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കരിച്ചെടുക്കരുത്. ഇത് ഉരുക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 5-6 മിനിറ്റൊക്കെ മതി ഇത് റെഡിയാവാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് വരും. നന്നായിട്ട് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറിലോട്ട് മാറും. പക്ഷേ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പം നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ മിൽക്കേഴ്സിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. മിൽക്കേഴ്സിൻ്റെ പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ്. പാലാണെങ്കിലും യോഗേർട്ട് ആണെങ്കിലും ബട്ടറാണെങ്കിലും ഒക്കെ നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോൾ മിൽക്കേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കേരളത്തിൽ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇഷ്ടമാവും. കാരണം നല്ല കട്ടിയുള്ള പാലൊക്കെയാണ് കേട്ടോ. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതായത് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ബട്ടറാണ്. അപ്പോൾ ഞാനിതൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ പഞ്ചസാരക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ആവുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഇതിങ്ങനെ ഉരുകി വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമ്മൾ നേരത്തെ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ട് പാലുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ നല്ല ഹാർഡായിട്ട് വരും. പക്ഷേ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ചൂട് തട്ടുന്ന സമയത്ത് അത് വീണ്ടും നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അതാണ് നമ്മുടെ പുഡിങ്ങിന് ഇവിടെ ടേസ്റ്റ് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കോൺഫ്ലോർ മിക്സ് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുകയും ചെയ്തു. ഇനി നമുക്ക് ഇച്ചിരി നേരം കൂടി ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് നമുക്ക് തിക്കാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനിയും തിക്കാവേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് തന്നെ അത് പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴേക്കും അത് വല്ലാണ്ട് അങ്ങ് തിക്കായി പോവും. ഇനി തീ ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഗ്ലാസ്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേയിൽ സെറ്റ് ചെയ്യാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 3 ഗ്ലാസ്സിൽ അത്യാവശ്യം വലുപ്പമുള്ള 3 ഗ്ലാസ്സിലാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മളിത് മൊത്തമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ബട്ടർ സ്കോച്ചിൻ്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലുണ്ടാവാൻ നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാവാൻ. നമുക്ക് ചൈന ഗ്രാസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ സ്കോച്ച് പുഡിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.